ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഗെയിമർ ജൂനിയേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലിട്ട് എല്ലാവർക്കും കേൾക്കൊണ്ട് സാർ നമ്മളിന്ന് വന്നിരിക്കുന്നത് വീണ്ടും മൈൻക്രാഫ്റ്റ് ആയിട്ടാണ്. ഗൈസ്, ഇത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടായിരുന്നല്ലോ, ആ വീഡിയോയുടെ ബാക്കിയാണിത്. ഇത് ഞാൻ ഈ റെയിൽവേ ട്രാക്കൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കണമായിരുന്നു. നമുക്കിപ്പോൾ ഇത്രയും കൂടി ഉള്ളു ഇനി പൊട്ടിക്കാനായിട്ട്. ബാക്കിയൊക്കെ ഞാൻ കുറേ പൊട്ടിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന്. അങ്ങനെ ഇനി വേറെ സ്ഥലം ഉണ്ടാകുന്നറിയില്ല ഗൈസ്. അപ്പോൾ നമ്മുടെ ഒരു ഗോൾഡൻ ആപ്പിൾ, ഡയമണ്ട്, അങ്ങനത്തെ റെഡ് സ്റ്റോണൊക്കെ കയ്യിലുണ്ട് നമ്മുടെ. അപ്പോൾ നമ്മുടെ ഒരു ചെസ്റ്റ് ഫുള്ളും ഈ മൈനിങ്ങിൻ്റെ മൈൻ കാട്ട് അങ്ങനത്തെ സാധനങ്ങളാണ് കേട്ടോ ഗൈസ് ഉള്ളത്. ഏതൊക്കെ പൊട്ടിച്ചെടുക്കട്ടെ. 64 ഗൈസ്. ഇനി ഇവിടത്തെയും കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കാം. പിന്നെ 1-2 സോംബി വന്നായിരുന്നു ഗൈസ്. സോംബിനെയൊക്കെ ഞാൻ അങ്ങോട്ട് കൊന്നു. ഇനി ഇവിടെ പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല. വഴിയുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇവിടെ വഴിയില്ല. ഈ വഴി വന്നിട്ടുണ്ടോ ഗൈസ്? ഞാൻ വേണ്ട, ക്രിയേറ്റീവ് ആവാം. വെറുതെ സ്ഥലവും പൊട്ടിത്തെറിക്കും ഗൈസ്. അതാ ഞാൻ പിന്നെ ക്രിയേറ്റീവ് ആവുന്നത്. വെറുതെ എന്തിനാണ് ഈ സ്ഥലം വെറുതെ പൊട്ടിച്ചോളാം. ഓ, വേറെ ഒരു സ്ഥലത്തെത്തി ഗൈസ് നമ്മ. ഓ, ഗോൾഡ്. അയ്യോ, ഇവിടെ ക്രീപ്പർ ഫാമാണുള്ള ഗൈസ് ഇവിടെ ഉള്ളത്. മിക്കവാറും മൂഞ്ചി സ്ഥലത്തിയപ്പോൾ ഞാൻ വന്നിട്ടില്ല കേട്ടോ. എൻ്റെ അമ്പുണ്ട്. ഇല്ല, ഞാൻ ഒന്നും എടുക്കാണ്ടാണ് കേസ് ഇങ്ങോട്ട് വന്നത്. വെപ്പൺസ് ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഭാഗ്യത്തിനാണെങ്കിൽ അയോൺ പിക്കാക്സ് കിട്ടിയത്. അതും വെച്ചാണ് ഇപ്പോൾ കളിക്കണത്. ഡയമണ്ട് ഹൗസ് അല്ല. ഓ, ഇവിടെ കോപ്പറുണ്ട്. കോപ്പർ എടുക്കാം നമുക്ക്. ഞാൻ പിന്നെ എല്ലാം എടുക്കോട്ടോ ഗൈസ്. ഇവിടെ നിന്ന് ഇവിടെ ഉണ്ട് കോപ്പർ. ഓക്കെ, ഇനി ഇവിടുന്ന് കോപ്പർ എടുത്ത് ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഇവിടെ അങ്ങോട്ട് ഒരു വഴിയാണുള്ളത്. അതിന് മുന്നേ ലൈഫ് കിട്ടട്ടെ. ഇവിടെ മറ്റേ ഗോൾഡ് കണ്ടായിരുന്നു. ഇവിടെ ആയിരുന്നു ഞാൻ ഗോൾഡ് കൊണ്ട്. അതെ, മൈൻകാട്ട്. ഇപ്പോൾ ബ്രെഡ് കിട്ടിയിട്ടാ. ബ്രെഡ് തിന്നണ അത്യാവശ്യം സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ. ഇത് ഞാൻ ആ ഗോൾഡ് കണ്ട സ്ഥലം എവിടെയായിരുന്നു ഗൈസ്? അയ്യോ, സ്ഥലം മറന്നുപോയാ. ഈ വഴിയായിരുന്നു അത്. നമ്മുടെ ടോർച്ച് തീർന്നിട്ടുണ്ട്. ഈ റെയിൽവേ ട്രാക്കിൽ നിന്ന് പൊട്ടിക്കൊണ്ട് പോകും. മൈൻകാട്ട് സോംബികളെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഒരു ബ്രെഡ് എടുത്ത് വീഴുന്നു. പെട്ടെന്നെങ്ങാനും നമുക്ക് കേൾക്കാണ്ട് ഒന്ന് പൊട്ടിയാലേ ക്രീപ്പർ.
അപ്പം ഡൈ ആവും നമ്മൾ. ഞാൻ ഗോൾഡ് അപ്പം തന്നെ എടുത്താൽ മതിയായിരുന്നു. ഈ വഴി ഇവിടെ ഉണ്ടാവും. ഈ വഴി പോയാൽ വേറെ വഴിയുള്ളത് ഇവിടെയാണ്. വേറെ വഴികൾ ഇവിടെ ഇവിടെ ഉണ്ടായി. അതേ ഗൈസ്, ഇതായിരുന്നു ഞാൻ ഗോൾഡ് കണ്ട സ്ഥലം. ഇതും ഗോൾഡ് അല്ലേ? ആണ് ഗോൾഡാണ് ഇതൊക്കെ. അതിൻ്റെ കണ്ണ് കറക്റ്റ് പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ തന്നെയാണല്ലോ ഇവിടെ കൊണ്ടുപോയി വെച്ചത്. നേരത്തെ എപ്പോഴും കൊണ്ടുവന്ന് വെച്ചത് പറ്റിയ ഗൈസ്. എൻ്റെ കയ്യിൽ ഇതുണ്ട്, സോൾ ക്യാമ്പ് ഫയർ. ഇത് പക്ഷെ ഒറ്റ ടൈമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാനത് എടുക്കാത്തത്. അത് പിന്നെ പൊട്ടിച്ച് കളഞ്ഞാൽ പറ്റിയ ചാർക്കോളൊക്കെ പിന്നെ പുറത്തു പോകും. പിന്നെ വീണ്ടും ഉണ്ടാക്കണം. അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യാത്തിപ്പോൾ. പറ്റണത്ര നമുക്ക് ഈ മൈൻ്റെ ഇത് പൊട്ടിച്ചെടുക്കാം. റെയിൽ ട്രാക്ക് ചെറുതായിട്ടത് കണ്ണ് കാണാൻ പറ്റുകൊണ്ട് പൊട്ടി. ഫുള്ളിരിട്ടാണ്. ഇവിടെ എന്തോ ഇങ്ങോട്ട് വഴി വേറെ. തൽക്കാലം നമുക്കിപ്പോൾ ഇവിടെ വെച്ച് പോകാം. ഇതാണ് ശരിക്കും മാപ്പുള്ളത്. ഇത് എൻ്റർമാനൊക്കെ അവിടെ വന്നല്ലേ. ഇതാവുന്ന സ്ഥലം കണ്ട, അവിടെ ഞാൻ പോയിട്ടുണ്ട്. അവിടെ നിന്ന് കുറേ ലൂട്ട് കിട്ടിയിട്ടുണ്ട്. ഗൈസ് അയേണ് ഗോൾഡ് ലാപ്പിസ് ഇതിൽ നിന്നിട്ട് കുറച്ച് കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ച് നേരം കൂടി സർവൈവ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് കുറച്ച് കിട്ടി. 3 കിട്ടിയ പക്ഷെ ട്രാക്കും കൂടി പൊട്ടിച്ചെടുത്തിട്ട് പോവാം. ഇവിടെയൊക്കെ മറ്റേ ലാപ്പീസ് ഉണ്ട്. ലാപ്പീസ് പൊട്ടിച്ചെടുക്കട്ടെ. ഇങ്ങനെ തൽക്കാലം മൂടി വെക്കാം. ഇപ്പോൾ പിന്നെ റെയിലിൻ്റെ ഇതെടുക്കാം. ഇനി നമുക്ക് ഗോൾഡ് എടുക്കാം. 2 തോന്നുന്നു. 2 3 ചട്ടു. ഉടനെ കയറി തന്നെ പോവാം. ക്രിയേറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ തോന്നി. അതിൻ്റെ അടിയിൽ ചിലപ്പോൾ താഴ്ത്തോട്ട് പോകും.
വേണമെങ്കിൽ ഇവിടെ നിന്ന് പൊങ്ങാണെങ്കിൽ ഈ സ്ഥലത്തുനിന്ന് സർവൈവർ ആയിട്ട് സ്പെക്ടർ ഇതേ നിൽക്കണം എൻ്റെ അമ്മ. വേറെ ഇവിടെ എൻ്റെ കണ്ണിൽ ചെസ്റ്റ് ഒന്നും വേറെ ഇങ്ങനെ കാണാനൊന്നുമില്ല. എന്തായാലും മേളിലോട്ട് തന്നെ ഇപ്പം പോവാം. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞാണ്. അന്ന് വന്നത് രാവിലെ നിന്നു എഴുന്നേറ്റ് രാവിലെ ആയിരുന്നു. ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞാണ് ഇപ്പം. നമുക്കറിയാം നമ്മുടെ സ്റ്റോറേജ് റൂമിലോട്ട് പോകണേ മുന്നേ ഇതിൻ്റെ അടുത്ത് എന്തുണ്ടെന്ന് നോക്കാം. ട്രേഡിങ് എന്താ? ബക്കറ്റ് ഓഫ് വാട്ടർ കൊടുത്താൽ എമറാൾഡ് 2 കിട്ടും. ഗൈസ് ലൈം ഡൈയാ ഗൈസ്. ആ ലൈം ഡൈ എടുക്കാം നമുക്ക്. അതിൻ്റെ ഇല്ല പച്ച. ഇപ്പം തന്നെ പോകുമായിരിക്കും മിക്കവാറും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങോട്ട് അണ്ടർഗ്രൗണ്ടിലോട്ട് പോണ സമയത്തായിരുന്നു ഇങ്ങനെ കണ്ടത്. വേഗം എടുക്കാം നമുക്ക്. ആദ്യം ഒരു ബക്കറ്റ് ഓഫ് വാട്ടർ. എമറാൾഡ് എടുക്കണ്ടായിരുന്നു. ഒരു ബക്കറ്റ് ഓഫ് വാട്ടർ എടുത്താൽ അവൻ 2 എമറാൾഡ് വരും. അത് വെച്ചാൽ ഡൈ മേടിക്കാം. പോവല്ലേ എമറാൾഡ്. ഓക്കെ കണ്ട ഗൈസ്, ന്യൂ റെസിപ്പി അൺലോക്ക്ഡ്. പറഞ്ഞില്ലേ ഞാൻ എന്താ ലൈറ്റ് ബ്ലൂ ഡൈ. ഇതാണ് ഈ ഡൈ ആണോ നോക്കട്ടെ. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ഇത് ഈ ലൈറ്റ് ബ്ലൂ ഇതാണെന്ന് നോക്കട്ടെ. കുഞ്ഞാട്ട് വരൂ കുഞ്ഞാടേ. പച്ച പുളിയാണ്ടാ. ഓക്കെ ഇനി മറ്റേ ലൈറ്റ് ബ്ലൂ ഉണ്ടാവും നോക്കട്ടെ ആഡായി. അല്ലെങ്കിൽ അതൊരെണ്ണം മേടിക്കാൻ. ലൈറ്റ് ബ്ലൂ ഇത് ഏത് ബ്ലൂ ആ? ഇത് വേറെ ബ്ലൂ ആണ്. അപ്പോൾ നമുക്ക് ലൈറ്റ് ബ്ലൂ മേടിച്ച് നോക്കുകയാണെങ്കിൽ. എവിടെ എമറാൾഡ്? എവിടെ എമറാൾഡൊക്കെ കുറേ ഉണ്ട് കൈസ്. കുറേ ഉണ്ട് നമ്മുടെ കയ്യിൽ എമറാൾഡൊക്കെ. എമറാൾഡ് പിന്നെ ബ്രിക്ക് കിട്ടിയില്ലേ, അവിടെ നിന്നാണ് എനിക്ക് കുറേ എമറാൾഡ് കിട്ടിയത്. അടുത്തവൻ പോയി നോക്കി കറങ്ങി ചെല്ലാൻ. അല്ലെങ്കിൽ ഇപ്പുറത്ത് ഒരു അങ്ങാട് പോയ പോലടാ. കണ്ട ന്യൂ റെസിപ്പി അൺലോക്ക്ഡ്. ഗ്രേഡായുണ്ട്. പിങ്ക് ഇതും ഉണ്ട് എൻ്റെ കയ്യിൽ. ഡാർക്ക് ഓർക്കിലോഗ് ഉണ്ട്. ഇതുണ്ട്. കുക്കഡ് പൊട്ടറ്റോ എടുത്ത എമറാൾഡ് വരുന്നു. നമുക്കിനി താഴത്തോട്ട് പോവാം. പച്ച ആടിനെ കിട്ടി അങ്ങനെ ഫൈനലി. പച്ച ഡൈ. ഇനി പച്ച വൂളും കൂടി കിട്ടുമായിരുന്നു. രണ്ട് ഡയമണ്ട് കിട്ടിയ ഗൈസ് നമുക്ക്. അത് ഞാൻ കണ്ടില്ലായിരുന്നു 2 ഡയമണ്ട് കിട്ടിയത്. അത് ഞാനിപ്പോഴാണ് കണ്ടത്. ലൈറ്റ് ബ്ലൂവിൻ്റെ എന്താണ് വൂള് മൈൻ കാട്ടൊക്കെ നമുക്ക് ഇവിടെ കയറ്റി വെക്കാം. ലെറ്റ്സ് ഗോ. എല്ലാ റെയിലും അടിക്കടിക്ക് പവർ റെയിലൊക്കെ ഉണ്ട് ഇപ്പം നമ്മുടെ കയ്യിൽ. ഇതെന്ത് റെയിലാണ്? ഡിറ്റക്ടർ റെയിലാണ്. അതെന്താണെന്നറിയില്ല. ഞാൻ യൂട്യൂബിലൊക്കെ നോക്കട്ടെ എങ്ങനെയൊക്കെയാണ് വെക്കണേന്ന്. ഇനി ഞാൻ റെയിൽ വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഈ വേൾഡിലല്ല വേറെ വേൾഡിൽ വെച്ചേക്കാം. റെയിൽ കളഞ്ഞു.
ഇനി സീഡിട്ട ചെസ്റ്റിൽ സീഡൊക്കെ വെക്കട്ടെ. എന്തുകൊണ്ട് ഇത് തിന്നണം? എന്ത് സാധനം? ഗ്ലോബറീസ്. 22 ഡയമണ്ട്. കോപ്പർ വെക്കാതിരിച്ചിങ്ങാട്. റോ കോപ്പറാണ്. റോ കോപ്പറും റോ അയോണും. ഇതിപ്പം ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാനത് ഉരുക്കിയെടുക്കാനുള്ള. പിന്നെ അതേ പറഞ്ഞത് ഇത് ബാക്കിയാണെങ്കിൽ നോക്കി ഇതിൽ കയറ്റി വെക്കാം. ഇതൊക്കെ ആണെങ്കിൽ നോക്കി ഇതിലും വെക്കാം. ഗൈസ് ബ്രെഡ് ഒന്നും നമുക്ക് ഇപ്പം തിന്നാം. ഗോൾഡൻ ആപ്പിൾ തിന്നണ്ട. ഞാൻ നെതറിൽ പോകുമ്പോഴൊക്കെയാണ് എടുക്കാറുള്ളത്. അവിടെ ഗോൾഡൻ ആപ്പിൾ. ഇത് എൻഹാൻസ് ചെയ്യാൻ പറ്റൂട്ടോ ഗൈസ്. പശുവിന് മറ്റേ വീറ്റ് കൊടുത്തിട്ട് കൊണ്ടുവരട്ടെ. ഓക്കെ 2 എടുത്തിട്ടുണ്ട് ഗൈസ്. എന്നിട്ട് പച്ച ചെയ്തിട്ട് ആടിനെ കൊണ്ടുവരാം. ഗൈസ് രാവിലെയൊക്കെ ഇട്ട് നമുക്ക് കൊണ്ടുപോകാൻ. ഇതിൻ്റെ അടിയിലൊക്കെ ഉണ്ട് ഗൈസ്. കാണാൻ പറ്റും ഇതിൻ്റെ അടിയിൽ എന്തൊക്കെ ഉണ്ടെന്ന്. പച്ചാടന്തി പച്ചാട ഒരുത്തം നിൽക്ക നോക്കി. ഇവനിപ്പോൾ എങ്ങനെ കൊണ്ടുവരും? ഇവിടെ കാരണം പിന്നെ പറ്റി ചടിയോ. ഓക്കെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് വാങ്ങി. ഇങ്ങാടില്ല ഇങ്ങാട്. ഏതാണ് മകളോട് 6 പശു. പച്ച കളറിൽ ആടുന്നൊക്കെ ഇട്ടും വരാം. വേറെ രാജ്യത്തെത്തി കാണുമ്പോൾ ഇപ്പോൾ കറക്റ്റ് ഒരു 1 ബ്ലോക്കിൻ്റെ ഇതായിപ്പോയി. അങ്ങനെ തോന്നുന്നു 1 ബ്ലോക്ക്. ഓക്കെ അധികം നീട്ടണില്ല ഞാൻ ഈ വീഡിയോ. ആടിനെ കാണുന്നില്ല. ആടിനെ വേണമെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണിക്കാം ഗൈസ്. അപ്പോൾ കാണുന്നില്ല ആടിനെ. ഇവിടെ ഇത് ഞാൻ തന്നെ നട്ടു വെച്ച വീട്ടാണ് ഗൈസ്. ട്രൈഡർ പോലെ എൻ്റെ ഇടയ്ക്ക് കുക്കട് പൊട്ടറ്റോ ഇല്ലെന്ന്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് ഒരു 50 ആണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക. ആരും ലൈക്ക് അടിക്കാറില്ല. ഓക്കെ, കോപ്പർ ഗോളും ചേർത്താം. ആ കോപ്പർ ഗോളത്തിനെ കാണില്ലിപ്പോൾ. ഞാൻ ഒന്നുകൂടി ബെഞ്ച് നോക്കണം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇതേ കണ്ട ഇപ്പോൾ പച്ച ഇതൊന്നും ലൈൻ ഉണ്ടായി. മോസ് കാർപ്പറ്റ്, മോസ് ബ്ലോക്കൊക്കെ കിട്ടി എനിക്ക്. ഇതും ക്രേക്കിംഗ് ഹാർട്ട് എന്താ അറിയില്ല ഗൈസ്. പിന്നെ ഇത് മിക്കവാറും ഞാൻ ഉണ്ടാക്കും. ബിഹേവ് മറ്റേ തേനീച്ചക്ക് മിക്കവാറും ഞാൻ ഉണ്ടാക്കും. ഓക്കെ, നെതർ ബ്ലോക്ക് എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ. എനിക്ക് നെതർ ഇങ്ങോട്ടാണ്. സ്ലൈം ബോൾ കാണാമല്ലോ. ഇത് എന്താ പിസ്റ്റോണാണ്, പിസ്റ്റലല്ല, ലൂണ്. അപ്പോൾ ബൈ ഗൈസ്. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കണം മറക്കരുത്. ആരും ലൈക്ക് അടിക്കാറില്ല. അപ്പോൾ ഇനി അടുത്ത ചിലപ്പോൾ മിസ്റ്റർ മീറ്റിൻ്റെ വീഡിയോ ആയിരിക്കും വന്നത്. അപ്പോൾ ബൈ ഗൈസ്.